മാന്യപ്രേക്ഷകരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളൊക്കെ ഒരു വർഷം മുൻപ് പറഞ്ഞ കാര്യം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന ഒരു സന്തോഷ വാർത്തയാണ് ഇവിടെ പങ്കുവെക്കാനുള്ളത്. കാരണം നമ്മളൊക്കെ പറയുമ്പോൾ ഇതാ വർഗീയവാദി വന്ന് പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മക്കിട്ട് വല്ലാതെ ഊക്കുന്ന ഒരുപാട് എണ്ണം ഉണ്ടല്ലോ. അപ്പോ അവർക്കൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സാധനം ഉണ്ട്. ഞാന് ആ സാധനം എന്താന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മളൊക്കെ ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേ അല്ല 100 മുഴം മുൻപേ തന്നെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഞമ്മള് പറയുമ്പോ ഞമ്മന്റെ ആൾക്കാർക്ക് വല്ലാതെ പൊള്ളും. ഞമ്മന്റെ ആൾക്കാർക്ക് മാത്രമാണോ? അല്ല, ഞമ്മന്റെ ആ അമേദ്യം തിന്ന് പൊളച്ചു നടക്കുന്ന ഹിന്ദു നാമധാരികൾക്കും ക്രിസ്ത്യൻ നാമധാരികൾക്കും വല്ലാതെ അങ്ങോട്ട് പൊള്ളും. എന്നാൽ ആ പൊള്ളുന്നവർക്ക് ഞാൻ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി കോൺഗ്രസ് ആശയങ്ങളുമായൊക്കെ രമ്യതയിൽ പോകുന്ന കുറെ ചാനലുകാരുണ്ട്. അതിലൊരു ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ഒന്നിട്ട് കേൾപ്പിക്കാം. ഞാനിവിടെ വാർത്ത കേൾപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ചില പ്രധാനപ്പെട്ട വാർത്ത ആ ചാനലുകളിൽ വല്ലാതെ വ്യൂ കിട്ടാതെ പോകുമ്പോൾ ചില വാർത്തകൾ നമ്മൾ കൃത്യമായിട്ടും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്തിക്കേണ്ട ഒരു വാർത്തയാണ് ഞമ്മന്റെ മരുവൻ എവിടം വരെ കളിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ ഒരു വർഷം മുൻപ് പറഞ്ഞിരുന്നു. നമ്മുടെ സംഘ BJP NDA ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ചാനലുകാരൊക്കെ ഇത് ഒരു വർഷം മുൻപേ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇപ്പോഴാണ് ട്യൂബ് ലൈറ്റ് പോലെ ഞമ്മന്റെ ഇവിടത്തെ ആൾക്കാർക്ക് വെളിവും വെള്ളിയാഴ്ചയും വരുന്നത്. കേട്ടിട്ട് ഓടിപ്പാഞ്ഞു വരാം. കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന മൈക്രോസൈറ്റ് ഇസ്ലാമിൻ കേരളയ്ക്ക് ഖജനാവിൽ നിന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചത് 93.8 ലക്ഷം രൂപ. കേരളത്തിലെ ഇസ്ലാമിന്റെ തുടക്കം മസ്ജിദുകൾ, അതിലെ വാസ്തുവിദ്യ, ജീവിതശൈലി, സംസ്കാരം, ഇസ്ലാം കലാരൂപങ്ങൾ, ഉറൂസുകൾ എന്നിങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം അതിലുണ്ടാകും. കൃത്യമായി പറഞ്ഞാൽ ടൂറിസത്തിന്റെ മറവിൽ ഇസ്ലാം മത പ്രചാരണത്തിന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അനുവദിച്ചിരിക്കുന്ന തുകയാണ് ഈ 93.8 ലക്ഷം രൂപ. കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ നടപടി എന്നാണ് റിയാസിന്റെ വിശദീകരണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് മറ്റു മതത്തെക്കുറിച്ചും അറിവുണ്ടാക്കി സർക്കാരിന്റെ കടമയല്ലേ? ഇസ്ലാമിൻ കേരള എന്ന വിഷയത്തിൽ എല്ലാ ഇന്ത്യൻ ഭാഷയിലും വിദേശ ഭാഷയിലും സർക്കാർ മൈക്രോസൈറ്റ് തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രവർത്തനം തുടങ്ങി ഇസ്ലാം വ്യാപാരികളുടെ വിവരങ്ങൾ വരെ സൈറ്റിൽ ഉണ്ടാകും. അങ്ങനെ കേരളം എന്ന് തിരയുമ്പോൾ ഇസ്ലാം എന്ന് വേണം, അല്ലെങ്കിൽ വരുത്തി തീർക്കണം. അതാണ് ഇതിന് പിന്നിലുള്ള അജണ്ട. മാത്രമല്ല, കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു കൈപ്പുസ്തകവും കൊടുക്കാനും പദ്ധതിയുണ്ട്. അതിൽ കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം, മലബാർ തീരത്തെ അവരുടെ ആദിവാസ സ്ഥലങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ പാചക രീതി, പേർഷ്യൻ, യമൻ, അറബ് സ്വാധീനങ്ങൾ, ജീവിതശൈലി, മുസ്ലിം വിവാഹങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ ഉണ്ടാകും. ഇതിലൂടെയും ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാം മത പ്രചാരണം തന്നെ. എന്റെ മതം ശ്രേഷ്ഠമാണെന്ന് ഒരു വ്യക്തി പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ ആ പ്രചാരണം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിഷ്പക്ഷ സർക്കാർ ഏറ്റെടുക്കുന്നതിലാണ് തെറ്റ്. റിയാസ് നടത്തുന്നത് പച്ചയായ ഇസ്ലാം മത പ്രീണനമാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നു കഴിഞ്ഞു. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഈ നീക്കം എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടെയുള്ളത്. ഇസ്ലാമത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ സൈറ്റിൽ ഉണ്ടാകും. അതുവഴി വിനോദസഞ്ചാരികളെ ആകർഷിക്കാമെന്നാണ് ടൂറിസം വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതാദ്യമായല്ല ടൂറിസത്തിന്റെ മറവിൽ റിയാസ് ഇസ്ലാം മത പ്രചാരണത്തിന് സഹായം നൽകുന്നത്. ഇസ്ലാം പ്രസിദ്ധീകരണങ്ങൾക്ക് പരസ്യത്തിൽ ലക്ഷങ്ങൾ കൊടുത്ത് സഹായം നൽകുന്നുണ്ട്. CPM-ന്റെ ചുവന്നുകൊടിയായി പച്ച കളർന്നിട്ട് കാലം കുറയായി. പക്ഷെ അതൊന്നും തിരിച്ചറിയാത്ത മണ്ടന്മാരായ സഖാക്കൾ ഇപ്പോഴും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. നോക്കൂ, അതായത് ഇനി ഈ കേരളം എന്ന് തെരഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണണം? ഇസ്ലാമിക രാജ്യമായിട്ട് കേരളത്തിന്റെ പേര് കാണണം. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും അതല്ലെങ്കിൽ ഈ എറണാകുളത്തിന്റെയും ചില ഭാഗങ്ങളൊക്കെ, തിരുവനന്തപുരത്തിന്റെയും ചില ഭാഗങ്ങളൊക്കെ ഇന്ന് അതാത് പാരമ്പര്യമായിട്ട് പണ്ടത്തെ പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. അവിടെയൊക്കെ ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളുടെ അവരുടെ സംസ്ഥാനങ്ങളുടെ പല പ്രവിശ്യകളൊക്കെ ഉണ്ടല്ലോ, ആ പേരിലേക്കൊക്കെ മാറി എന്നുള്ളത് തളി ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ കണ്ടതാണ്. തളി ക്ഷേത്രം എന്നടിച്ചാൽ ഇന്ന് കാണാൻ പറ്റില്ല, അവിടെ കാണുക വേറെ പലതുമാണ്. അതുപോലെ പല ക്ഷേത്രങ്ങളുടെയും അതല്ലെങ്കിൽ പല ഈ ഭാരതീയ സംസ്കാര പ്രകാരം അതല്ലെങ്കിൽ ക്ഷേത്ര സംസ്കാര പ്രകാരം അറിയപ്പെടുന്ന ചില സ്ഥലങ്ങളും പേരുകളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഓൾറെഡി അത് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടുക വല്ല മസ്ജിദിന്റെ മുൻപിലേക്കായിരിക്കും. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിന് ഒരു സംസ്ഥാന സർക്കാർ തന്നെ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, അതും ഞാൻ അടക്കമുള്ള, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ടാണ് 93.8, അതായത് ഏകദേശം 94 ലക്ഷം രൂപ, 1 കോടിക്കടുത്ത് രൂപ ചെലവഴിച്ചുകൊണ്ട് മൈക്രോ സൈറ്റുകളാണ് രൂപീകരിക്കുന്നത്. മൈക്രോ സൈറ്റുകളിൽ എന്താണുള്ളത്? ഇസ്ലാമിന്റെ ചരിത്രം. എന്താ ഇസ്ലാമിന്റെ ചരിത്രമുള്ളത്? ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കേണ്ടത് ഏതാണ്? 1921
നടത്തിയിട്ടുള്ള മഹാവർഗീയ കലാപം തന്നെയാണ്. അതല്ലെങ്കിൽ ഏകദേശം 100-150 വർഷം മുൻപ് ഇവിടേക്ക് അധിനിവേശം നടത്തി, അതല്ലെങ്കിൽ 100-200 വർഷം മുൻപ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവിടെയുള്ള ഓരോ ഇസ്ലാമിന്റെയും ഉപ്പയുടെയും ഉമ്മയുടെയും പേരെന്തായിരിക്കും എന്നുള്ള ചരിത്രം ഇവന്മാർ പറയുമോ? അത് പറയില്ല. അത് പറഞ്ഞാൽ എന്തായിരിക്കും? അതവിടെ ശങ്കരൻ നായരും അല്ലെങ്കിൽ വേലുക്കുട്ടി ഈഴവനും അങ്ങനത്തെ പല ഹിന്ദു നാമധാരികളായിരിക്കും. അതായത് ഇവിടെ മതം മാറ്റിക്കൊണ്ടും വെട്ടിക്കൂട്ടിയും അല്ലാതെ ഇവിടെ ഇവന്മാർ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മുമ്പെന്നോ ഒരു മൊല്ലിയാര് തന്നെ, ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ ആദ്യത്തെ ഇസ്ലാമിക പള്ളി എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? രാജാവ് തന്നതാണ് അവിടുത്തെ ഭൂമി, രാജാവ് തന്നതാണ് പള്ളി, രാജാവാണ് അവിടെ വന്ന ഈ അറബികൾക്ക് ഈ ഹിന്ദു സ്ത്രീകളെ പെണ്ണ് കെട്ടിച്ചു കൊടുത്തത് പോലും അവർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്തു, കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ ഇസ്ലാമുകൾ ഉണ്ടായതെന്ന് കൊടുങ്ങല്ലൂരിലുള്ള ആ മസ്ജിദിനെ അടിസ്ഥാനമാക്കി ഒരു മൊല്ലിയാര് പ്രസംഗിച്ച പ്രസംഗമൊക്കെ ഇന്നും ഗൂഗിളിൽ കിട്ടും. അതുകൊണ്ട് തന്നെ 2-3 തലമുറ പിറകിലേക്ക് അല്ലെങ്കിൽ 5-6 തലമുറ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇവിടെയുള്ള ജബ്ബാറിന്റെയും മമ്മദിന്റെയും ഒക്കെ ഉപ്പ വല്ല ശങ്കരനോ അതല്ലെങ്കിൽ അയ്യപ്പനോ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ജോസഫിന്റെയും അച്ഛനും അമ്മയ്ക്കും ആരായിരിക്കും? ഇവിടത്തെ വല്ല സാവിത്രിയും അതല്ലെങ്കിൽ ശങ്കരൻകുട്ടിയൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇവിടെ മതം മാറ്റപ്പെട്ട് തന്നെയാണ് ഇവിടെ ഇസ്ലാമും ഈ ക്രിസ്ത്യാനികളും ഉണ്ടായത് എന്നുള്ളത് അറിയുന്നവന്മാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്നിട്ട് സൗദി അറേബ്യ എന്ന് പറയുന്ന ഇവന്മാരുടെയൊക്കെ ഏറ്റവും ആ ഒരു മോസ്റ്റ് മുകളിലുള്ള ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആ രാജ്യമുണ്ടല്ലോ, ഞമ്മന്റെ ഹജ്ജൊക്കെ നിർവഹിക്കാൻ പോകുന്ന ഞമ്മന്റെ ഏറ്റവും വലിയ രാജ്യം, ആ രാജ്യത്തിൽ പോലും ഇന്ന് ഭഗവത്ഗീത എന്ന് പറയുന്ന ഭാരതത്തിന്റെ സംസ്കാരം അതല്ലെങ്കിൽ ആ സംസ്കൃതി അത് അവരുടെ കുഞ്ഞു മക്കൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അവരുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ അവരുടെ സിലബസിൽ ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമൊക്കെ നമ്മൾ കണ്ടതില്ല. അപ്പോ അതിൽ അസൂയ മൂത്തുകൊണ്ട് ടോമിൻ സെബാസ്റ്റ്യന്മാരൊക്കെ വന്നുകൊണ്ട് ഏതൊക്കെ സംഘടനയുടെ പേരിലൊക്കെ വന്നുകൊണ്ട് ഇസ്ലാമിക ജിഹാദികളുടെ നക്കി തിന്നുകൊണ്ട് എന്ത് പറയും? ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ പറഞ്ഞ പച്ചത്തെറികളുടെ ആ ഒരു സംഹിതയാണ് അതിൻ്റെ ഉള്ളിൽ സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഈ ഡേഷിന്റെ മോനൊക്കെ പറഞ്ഞ് പരത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് സൗദി അറേബ്യ വരെയുള്ള രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ, അവർ വരെ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഭാരതത്തിന്റെ സംസ്കാരം, ഭാരതത്തിന്റെ ഗ്രന്ഥങ്ങൾ ഏറ്റെടുത്ത് അവരുടെ കുഞ്ഞു തലമുറയ്ക്ക് പകർന്നു നൽകാൻ അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ ടേമിൻ സെബാസ്റ്റ്യന്മാരൊക്കെ വന്ന് ഇമാതിരി ഊളത്തരങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ മരുമോൻ മുഹമ്മദ് കുഞ്ഞോമത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കാര്യങ്ങളൊന്നും അല്ല. കാരണം ഇവിടെ കേരളം എന്ന് നമുക്കറിയാം, കട്ടിംഗ് സൗത്ത് എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. എന്താണ് കട്ടിംഗ് സൗത്ത്? ഒരു ഭാഗം തമിഴ്നാടിന്റെയും കർണാടകയും കേരളത്തിന്റെ ഏകദേശം ഉൾഭാഗമൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു രാജ്യം ഉണ്ടാക്കുക. ആ രാജ്യത്തിന്റെ പേരെന്താണ്? കട്ടിംഗ് സൗത്ത്. ആ രാജ്യത്തെ ഭാഷ ഏതാണ്? ആ രാജ്യത്തെ ഭാഷ അറബി. ആ രാജ്യത്തെ സംസ്ഥാന മൃഗം ഏതാണ്? അതല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ മൃഗം ഏതാണ്? അത് ഞമ്മന്റെ ഒട്ടകം. ആ രാജ്യത്തെ വൃക്ഷം ഏതാണ്? കേരളത്തിന്റെ കേരം തിങ്ങും കേരള നാട്ടിൽ വൃക്ഷം ഏതാ? കേരം. അതല്ലെങ്കിൽ തേങ്ങ, അല്ലെ തെങ്ങായിരിക്കും. പക്ഷെ ഞമ്മന്റെ വൃക്ഷം വെളിച്ചെണ്ണ തരുന്ന തെങ്ങാക്കി മാറ്റും. കാരണം നമ്മുടെ ഉസ്താദ്മാർക്ക് വെളിച്ചെണ്ണ വേണമല്ലോ. അപ്പൊ വെളിച്ചെണ്ണ തരുന്ന തെങ്ങാണ് നമ്മുടെ ഈ നമ്മുടെ വരുന്ന വൃക്ഷം വരുന്നത്. പിന്നെ നമ്മുടെ ഒട്ടകം നമ്മൾ പറഞ്ഞു. പിന്നെ ഭാഷ അത് അറബി തന്നെയാണ്. അത്തരത്തിൽ കട്ടിംഗ് സൗത്തിന്റെ കാര്യമൊക്കെ ഒന്ന് ഒതുക്കി നരേന്ദ്രമോദിജി ഒതുക്കി നമ്മളെ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ഉള്ളിലിട്ടിരിക്കുകയാണ്. അതോടൊപ്പമാണ് സമസ്തയുടെ ഏതോ ഒരു വിദ്വാൻ കഴിഞ്ഞ ഒരു 2 ദിവസം മുൻപ് പറഞ്ഞത്, ഈ സംസ്ഥാനം വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടും ആസൂത്രണത്തോടെ തന്നെയുള്ള നീക്കം തന്നെയാണ്. പിണറായി വിജയന്റെ മകളെ എങ്ങനെയാണ് റിയാസ് കല്യാണം കഴിച്ചതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത്? പിണറായി വിജയൻ മരുമകൻ അടിപ്പെട്ടോ എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മൊഴി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. ആരതാണ് ആ മൊഴി? കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന കഴിഞ്ഞ ടൈമിലെ ദേവസ്വം മന്ത്രിയായി. ഈ ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം എന്തെന്നറിയാമോ? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറയുന്നത് പോലും മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി അതല്ലെങ്കിൽ പിണറായി വിജയന്റെ മരുമകൻ അനുസരിക്കുന്നില്ല, ടൂറിസം വകുപ്പിന്റെ കീഴിൽ തോന്നിയത് ചെയ്തു കൂട്ടുന്നു എന്ന് പറഞ്ഞത് ആരാ? ഞാനല്ല. പിന്നെ നിങ്ങളാണോ? നിങ്ങളും അല്ല. ആരാ പറഞ്ഞേ? ഞമ്മന്റെ കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രിയാ പറഞ്ഞത്. അത്തരത്തിൽ ഇടതുപക്ഷത്തിന് തന്നെ അതിലുള്ള നേതാക്കന്മാർക്ക് തന്നെ കൃത്യമായിട്ടും ഇതിനുള്ളിൽ നടക്കുന്ന ഈ ജിഹാദിസം പച്ചയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും തലയും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് പറയാൻ പേടിച്ചിരിക്കുക തന്നെയാണ്. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യങ്ങൾ. ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇത് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. ആ വന്നതിന്റെ ഓഡിയോ ആണ് നിങ്ങൾ കേട്ടത്. അത് വീഡിയോ ആയിട്ട് നമുക്കിവിടെ കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ട്.
ഇത് നമ്മൾ ഒരു വർഷം മുൻപ് പറഞ്ഞതാണ്. മൈക്രോ ഈ സൈറ്റുകൾ രൂപീകരിക്കുക എന്നുള്ളതിന്റെ പേരിൽ ഈ കേരളത്തിലെ ഇസ്ലാമുകളുടെ ചരിത്രം ഈ വരുന്ന വിദേശികൾക്ക് പഠിക്കാനും അറിയാനും വേണ്ടിയാണ് അത്രേ. എന്താ ഇസ്ലാമുകൾ മാത്രമാണോ മുഹമ്മദ് റിയാസെ ഈ നാട്ടിലുള്ളത്? ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്താണോ ഈ മൂന്നാംകിട പൗരന്മാരാണോ? അതുമല്ല ഈ പ്രളയത്തിലൊക്കെ ഒഴുകി വന്നപ്പോൾ ഉണ്ടായ മതങ്ങളാണോ ഈ രണ്ടുപേർ? ഇസ്ലാമിന്റെ ചരിത്രം മാത്രം പഠിച്ചാൽ മതിയോ വിദേശികൾ? ഈ രാജ്യത്തിന്റെ ഈ ഭാരതത്തിന്റെ സംസ്കാരമല്ലേ താൻ പഠിപ്പിക്കേണ്ടത്? അല്ലാതെ ഇവിടേക്ക് കുടിയേറി പാർത്ത് വന്നുകൊണ്ട് ഇവിടെ പാമ്പുകൾ പെറ്റുപെരുകുന്ന പോലെ പെറ്റുപെരുകയും ഭൂരിപക്ഷമായി എന്ന് കണ്ട് നിന്നെയൊക്കെ വിലക്കെടുത്തുകൊണ്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആക്കി നിയമം മാറ്റി എഴുതാനും അതല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഞാൻ അടക്കമുള്ള എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതിക്കാശ് എടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കാൻ ആരാടാ ഡേഷിന്റെ മോനെ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്? ഇവിടെ എന്താ ഹിന്ദുവിന്റെ ചരിത്രം നിനക്ക് പഠിപ്പിക്കണ്ടേ? എന്താണോ തനിക്ക് ക്രിസ്ത്യാനികൾ എന്താ നിനക്കൊരു മൂന്നാംകിട പൗരന്മാരാണോ? അവരുടെ ഒന്നും ചരിത്രം നിനക്ക് പഠിപ്പിക്കണ്ടേ? നിനക്ക് ഇവിടെ അറിയാലോ നമ്മുടെ ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർ ഉണ്ടായിരുന്നല്ലോ, സ്പീക്കർ അവന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഗണപതി എന്നുള്ളത് മിത്താണ്, എന്നാൽ ഖുറാൻ എന്നുള്ളതോ മുഹമ്മദ് എന്ന് പറഞ്ഞാലോ അത് ഞമ്മന്റെ ആളുകളാണ്, അത് യാഥാർത്ഥ്യമാണ്, പക്ഷെ ഗണപതി മിത്താണ്. പെരുന്നാൾ എന്താണ്? പെരുന്നാൾ ഗംഭീരമാണ്. പക്ഷെ ഓണവും വിഷു എന്താണ്? അത് നമുക്ക് ഹറാമാണ്, അത് ഹിന്ദുക്കളതാണ്, അത് ഹറാമാണ്. അപ്പൊ എന്താണ് ഇത്തരത്തിൽ ഈ ഷംസീർ ആയാലും ഈ റിയാസ് ആയാലും ഇവരൊക്കെ സഖാക്കന്മാരാണ് എന്ന രീതിയിൽ തന്നെ ലേബലിൽ തന്നെ വലിഞ്ഞു കയറിക്കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? നോക്കൂ, നമ്മൾ പറയുന്നുണ്ട് നല്ല മുസ്ലിങ്ങളുണ്ടോ ചീത്ത മുസ്ലിങ്ങളുണ്ടോ എന്ന ചോദ്യം നമ്മൾ ഒരുപാട് പരിശോധിച്ചതാണല്ലോ. ഇവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഷംസീറും ഈ PA മുഹമ്മദ് റിയാസും ഇവിടെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംസ്കാരങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് അതിനെതിരെ രംഗത്ത് വരുന്നു? വെറും ഇസ്ലാമുകൾ മാത്രമാണോ ഈ ജനാധിപത്യ കേരളത്തിൽ ജീവിച്ചു പോകുന്നത്? ഇസ്ലാമുകൾ മാത്രമാണോ ഇവിടെ നികുതി അടയ്ക്കുന്നത്? ഇസ്ലാമുകൾക്ക് മാത്രമാണോ സകലമാന അവരുടെ ആനുകൂല്യങ്ങളും അതല്ലെങ്കിൽ സർവ്വവിധ ആനുകൂല്യങ്ങളും നൽകുന്നത്? ആ നൽകപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർ മാത്രം ജീവിച്ചാൽ മതിയോ ഈ നാട്ടിൽ എന്ന് നൂറ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാ? മദ്രസ കിതാബ് പഠിച്ചിട്ടുള്ളവൻ തന്നെയാണ് റിയാസ് ആയാലും ഈ പറയുന്ന ഷംസീർ ആയാലും. ഇനി ഒരു പക്ഷേ പിണറായി വിജയന്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഇവര് തമ്മിലുള്ള ആ ബന്ധത്തിൽ ഒരു കുഞ്ഞു പോലും ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ പേര് പോലും എങ്ങനെയായിരിക്കും, അവൻ പഠിക്കുന്നത് എന്തായിരിക്കും, സംസ്കാരം എന്തായിരിക്കാം എന്നുള്ളത് പോലും ചോദ്യചിഹ്നം തന്നെയാണ്. ഈ പറയുന്ന ഈ ഷംസീർ ആയാലും റിയാസ് ആയാലും ഇവന്മാർ ഒരു ദിവസം ഒരു മിനിറ്റെങ്കിലും മദ്രസയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഗുണം കാണിക്കാതിരിക്കില്ല. ആ ഗുണം കാണിക്കുന്നതാണ് ഞാൻ അടയ്ക്കുന്ന നിങ്ങൾ അടയ്ക്കുന്ന നികുതിക്കാശ് എടുത്തുകൊണ്ട് 94 ലക്ഷം രൂപ ഏകദേശം 1 കോടി കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ മാത്രം ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ മൈക്രോ സൈറ്റുകൾ രൂപീകരിക്കുന്നത്. അതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? കേരളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇനി കാണാൻ പാടില്ല. എന്താണ് കാണേണ്ടത്? ഞമ്മന്റെ രാജ്യം, ഞമ്മൻ പറയുന്ന പേര്, ഞമ്മൻ പറയുന്ന സംസ്കാരം, ഞമ്മൻ പറയുന്ന മതം, ഞമ്മൻ പറയുന്ന ഭാഷ, ഞമ്മൻ പറയുന്ന വൃക്ഷം, ഇതൊക്കെ ഞമ്മൻ പറയുന്ന മൃഗം, ഇതൊക്കെ ആയിരിക്കണം വരേണ്ടത്. അല്ലാതെ ഇവിടെ ഭാരത സംസ്കാരമല്ല ഇനി വരേണ്ടതെന്ന് ഇവന്മാർ കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഈ ജിഹാദിനെതിരെ മിണ്ടിയിട്ടില്ലെങ്കിൽ കാശ്മീർ പോലെ പോലും ആയിരിക്കില്ല. കാരണം കാശ്മീരുകൾക്ക് ഇന്നവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ, ന്യായം വാങ്ങിക്കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാരെങ്കിലും ഉണ്ട്. പക്ഷേ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരാൾ പോലും രക്ഷയ്ക്കെത്തില്ല. കാരണം നീ അവർക്ക് രക്ഷിക്കാനുള്ള ആളുകൾക്ക് നീ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ചാണകത്തിൽ ചവിട്ടിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരം കേരളം, അൽ കേരളം, ഇത് കേരളമാണ്, ഇത് കേരളമാണെന്നും പറഞ്ഞ് നിന്നെ രക്ഷിക്കേണ്ട രക്ഷകരെ നീ പരിഹസിക്കുമ്പോൾ നിന്നെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണാൻ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ആവട്ടെ. ഇവിടെ വർഗീയത പറയുന്ന എന്നെ തെറി വിളിക്കാൻ നാവ് പൊക്കി നടക്കുന്ന ഹിന്ദു നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളുമായിട്ടുള്ള സഖാക്കന്മാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ടല്ലോ. എന്നാ പഠിക്ക്, ഇത് ഈ വാർത്ത ഞാൻ കൊണ്ടുവന്ന വാർത്തയല്ല. അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു നടക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ അല്ലെ? നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.